ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ ഒരു വീഡിയോ നല്ലോണം യൂസ്ഫുൾ ആവുന്നത് 2026-27 ബാച്ചിലുള്ള, അതായത് അടുത്ത SSLC ബാച്ചിനായിരിക്കും. എന്താണ്, നമ്മുടെ റിസൾട്ട് വന്നു, SSLC റിസൾട്ട് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ കൊല്ലം 61,000 പേർക്കുണ്ടായിരുന്ന ഫുൾ എ പ്ലസുകളുടെ എണ്ണം ഇപ്പോൾ പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അതായത് 30,514 പേർക്ക് മാത്രമാണ് ഇപ്രാവശ്യം ഫുൾ എ പ്ലസ് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വരുത്തിയ മിസ്റ്റേക്സ്, അല്ലെങ്കിൽ എല്ലാവരും വരുത്താനിടയുള്ള മിസ്റ്റേക്സ്, പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മാത്രമല്ല, അസ്ത്ര ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ കൊടുക്കാം. അസ്ത്ര ബാച്ചിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, പിന്നെ ഞാൻ എങ്ങനെയാണ് ഏകദേശമൊക്കെ പഠിച്ചത് എന്നുള്ളൊരു വീഡിയോ അതുണ്ട്. ഇനിയും അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എന്തായാലും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതെന്തായാലും പോയിട്ട് കാണാം. അസ്ത്ര ബാച്ചിൻ്റെ എല്ലാം ഞാനത് ലാപ്ടോപ്പിൽ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണണമെങ്കിൽ പോയി കാണാം. വേണമെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉള്ളടക്കം എന്നാണെങ്കിൽ പറയാം. അതായത് SLCയിൽ A+ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും ആ A+കൾ കുറയാനുള്ള കാരണം? പിന്നെ ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി, പിന്നെ ട്യൂഷൻസിനെ പറ്റിയിട്ട്, പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട മെത്തേഡ്സ്, പിന്നെ കുറച്ച് കുട്ടികളുടെ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാം പബ്ലിക് എക്സാമിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത്. അതിനെപ്പറ്റിയും എനിക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളായിരിക്കും ഇതിലൊക്കെ ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്, എന്തുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യത്തെ SLC A+കൾ കുറവ്? എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സിലബസ് മാറിയിട്ടുണ്ട്. ഒരു ചാപ്റ്ററിൽ തന്നെ ഒരുപാട് കോണ്ടൻസ്, നമ്മൾ കാണാത്ത തരത്തിലുള്ളതും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ചാപ്റ്ററിൽ തന്നെ അവർ കമ്പാരിറ്റീവ്ലി ടഫാണ്. കഴിഞ്ഞ വർഷത്തെ SSLCയെക്കാളും ഒരുപാട് ടഫാണ് എന്ന് നിങ്ങൾക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മാറി. എല്ലാവരും പറയുന്നതാണ് ഈ പാറ്റേൺ മാറി എന്നുള്ളത്. എന്താണ് അത്? ഡയറക്റ്റായിട്ട് ചോദിക്കാതെ അത് ഒരു കാര്യത്തിൽ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു സാഹചര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചെഴുതേണ്ട ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ്, പ്രത്യേകിച്ച് ഈ സയൻസ് വിഷയങ്ങളിൽ. ഓക്കെ, ഈ പാറ്റേൺ മാറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്താണ്, 5 എണ്ണം എഴുതിയാൽ 3 എണ്ണം എഴുതിയാൽ മതി, 2 എണ്ണം സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എണ്ണവും എഴുതണം. അതിലിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു എയോ ഒരു ബിയോ ഓപ്ഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 2 എയും ബിയും ഒരേ കോൺസെപ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും സംഭവം, പക്ഷേ ഓപ്ഷൻസ്, അതായത് എയോ അല്ലെങ്കിൽ ബിയോ എഴുതിയാൽ മതി. അപ്പോൾ എന്താ, നമ്മൾ 5 എണ്ണവും എഴുതണം. എല്ലാ കോൺസെപ്റ്റും പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ആ ഒരു 5 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇപ്രാവശ്യത്തെ ഇത് വന്നത്. പിന്നെ അടുത്ത SLC കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുക, പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ഒരു പുതിയതായിട്ട് എഴുതുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ ഇപ്രാവശ്യത്തെ SLC റിസൾട്ട് വന്നപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ, റിസൾട്ട് വളരെ കുറവാണെന്നുള്ളത്. അതായത് ഫുൾ A+കളുടെ എണ്ണം കുറവാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്യാൻ ചിലപ്പം മൈൻഡിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നേരിട്ടെന്ന് വെച്ചാൽ നമുക്കറിയില്ല എങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയുന്നില്ല. അതാണ് പ്രശ്നം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതും നല്ലോണം പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും എക്സാം. എന്നാലും നമുക്കൊരു ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അധികം ആരും പറയാത്തൊരു കാര്യമാണ് ഈ ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും പ്രാധാന്യം. നമ്മൾ ഈ 10th സ്റ്റാൻഡേർഡ് തുടങ്ങി നമ്മൾ അധികം സീരിയസ് ആയിരിക്കില്ല, അത് ഉറപ്പാണ്. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. നമ്മൾ പബ്ലിക് എക്സാം ആകുമ്പോൾ മാത്രമേ നമ്മൾ ഭയങ്കര സീരിയസ് ആവുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ഓണം എക്സാം ആൻഡ് ക്രിസ്മസ് എക്സാം നല്ലപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ്, അത്രം വരെയുള്ള പോർഷൻസ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഭാരം തന്നെ തലേന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾക്കതൊരു പ്രാക്ടീസാണ് ശരിക്കും. ക്രിസ്മസ് എക്സാമൊക്കെ കുറച്ച് ടഫായിരിക്കും, ഞാനത് പറയാം.
അപ്പോൾ അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതായത് യൂസ് ചെയ്ത് നമ്മൾ അത്രയും പഠിച്ച് ആ ഒരു എക്സാമിനെ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട്. മാർക്ക് എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ആ കോൺസെപ്റ്റ്സ് നല്ലോണം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അവസരമാണ്. നിങ്ങൾ ഈ എക്സാംസ് എഴുതുന്ന പറഞ്ഞാൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അല്ലാണ്ട് ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ തന്ന് നമ്മളെ ചൊറയാക്കുന്നത്. പക്ഷെ അല്ല, എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു പോർഷൻസ്, ക്രിസ്മസ് എക്സാം വരെയുള്ള പോർഷൻസ് നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾ യൂസ്ഡായി. അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എത്ര ടഫായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെയൊക്കെ അതിനെ ടാക്കിൾ ചെയ്യാം. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല, നിങ്ങൾ ആ മാർക്ക് കുറഞ്ഞത് എങ്ങനെയാണ് നോക്കണം, എങ്ങനെയാണ് ഞാൻ വരുത്തിയ മിസ്റ്റേക്സ് എന്താണ്, അങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങൾ ആ ഓണം എക്സാം ഒന്നും അത്ര നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ ഓണം എക്സാം അല്ല എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളതിനെ നല്ലപോലെ അതിനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും പുതിയതായിട്ടൊരു ചാപ്റ്റർ പഠിക്കുന്ന പോലെ നിങ്ങൾ ആദ്യം മുതലേ പഠിക്കേണ്ടി വരും. ഞാൻ പറയുകയാണ്, അത്ര സമയമൊന്നും ആ മാസങ്ങളിലില്ല. ഞാൻ പറയുകയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള 2-3 പാഠവും നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുണ്ട് ഓരോ സബ്ജക്റ്റിലും. മനസ്സിലായോ? ഫെബ്രുവരിയിൽ ആകെ 28 ദിവസമുള്ളൂ. 28 ദിവസമല്ലേ ഉള്ളൂ. എന്താണ് ഫെബ്രുവരി 16 അതായത് ആ ഒരു പകുതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങും. അതിനും പഠിക്കണ്ടേ. പിന്നെ അതിന് ഒരു അര ദിവസം കൊണ്ട് നിങ്ങൾ 2 സബ്ജക്റ്റിൻ്റെ എല്ലാ പാഠവും പഠിച്ച് തീരുകയും വേണം. മനസ്സിലായോ? ആ സമയം ആകുമ്പോഴേക്ക് നിങ്ങളെല്ലാം പഠിച്ച് സെറ്റായിരിക്കണം എന്നാണ് ആ മോഡൽ എക്സാമിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് വെറും അര ദിവസമൊക്കെ നമുക്ക് തരുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഒരൊറ്റ ദിവസമായിരിക്കും. അങ്ങനെയായിരിക്കും എക്സാംസ് വരിക. പിന്നെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ ആയാലും ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ലീവ് കിട്ടൂല. എനിക്ക് പറയാനുള്ളത് ഓണം ആൻഡ് ക്രിസ്മസ് എക്സാം നല്ലപോലെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓണം എക്സാമിന് തന്നെ നല്ലോണം പ്രിപ്പയർ ചെയ്യുക. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസും വരും, ഉറപ്പാണ്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് A+ പോവുക. നിങ്ങളത് ചിലപ്പോൾ നോക്കൂല ആ ഒരു ഓണം എക്സാമിൻ്റെ പോർഷൻസ്. നിങ്ങൾ നല്ലോണം അത് പഠിച്ചിട്ടുണ്ട്, ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓണം എക്സാമിൻ്റെ പോർഷൻസ് അപ്പം തന്നെ നല്ലോണം തറവായി. കാരണം ക്രിസ്മസ് എക്സാമിനും ആ പോർഷൻസ് എഴുതി, ഓണം എക്സാമിൻ്റെ പോർഷൻസ് എഴുതി. അങ്ങനെയാണ് നിങ്ങൾക്ക് ശരിക്കും പ്രാക്ടീസ് തരുന്നതാണ്. ഈ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ആൻഡ് മോഡൽ എക്സാം. അടുത്തത് എനിക്ക് പറയാനുള്ളത് ഓഫ്ലൈൻ ട്യൂഷൻസിനെ പറ്റിയാണ്. അതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളുമാണ്. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഓഫ്ലൈൻ ട്യൂഷനിൽ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ അനുഭവങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവങ്ങൾ ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നല്ല വശങ്ങൾ പറയാം. അതായത് നല്ലൊരു ടീച്ചർ നമ്മളെ അടുത്ത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് സമയത്ത് ആ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. മാത്രമല്ല നമ്മൾ അങ്ങനെ ഡിസ്ട്രാക്റ്റഡായി പോവില്ല. മാത്രമല്ല ഈ ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റൊക്കെ ആയിരിക്കും. അതായത് ഓഫ്ലൈൻ ട്യൂഷനിൽ എന്തായാലും കുറച്ചൊക്കെ ഒരു സ്ട്രിക്റ്റ് ഉണ്ടാകും സ്കൂളിനേക്കാളും. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചിരുന്ന് പഠിക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മോശം വശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലുള്ള കുറച്ച് സ്റ്റുഡൻസ്, അതായത് എനിക്ക് ഈ സ്കൂളും ഈ ട്യൂഷനും ഏകദേശം ഒരേപോലെയാണ് തോന്നിയത്. അതായത് സ്കൂളിലും കുറച്ച് ഒരു 50 പിള്ളേരുണ്ടാവും, ചില ട്യൂഷനിലും ഇതേപോലെ 50 പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പം രണ്ടും എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. എത്ര നല്ല ടീച്ചേഴ്സ് വന്നാലും എനിക്കതങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ പക്ഷേ കുറച്ച് പിള്ളേരെ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ട്യൂഷൻ ഉണ്ടല്ലോ, അതായത് 2-3 ആൾക്കാർ സ്റ്റുഡൻസ് പിന്നെ ഒരു ടീച്ചർ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര നല്ലതാണ്. അതായത് നമുക്ക് നല്ലോണം ശ്രദ്ധിക്കാനും പറ്റും, നമുക്ക് അപ്പം തന്നെ പഠിക്കാനും പറ്റും, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അവർ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് തരും ചെയ്ത് പഠിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല കുറേ സമയം നമുക്ക് നഷ്ടപ്പെടും, നമ്മുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കുമ്പോഴേ, അതായത് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴേ എനിക്കൊരു ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയം കുറേ പോകും. നമ്മൾ രാവിലെ എണീച്ച് 7 മണിക്ക് പോകണം ട്യൂഷന്, എന്നിട്ട് വൈകുന്നേരം സ്കൂളിൽ ഈവനിങ് ക്ലാസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടും വേറെ ട്യൂഷൻ. അങ്ങനെയാവുന്ന സമയത്ത് നമുക്കൊരു
വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മളൊരു വിധമാകും. പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് പഠിക്കാനൊന്നും വലിയ മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും വേറൊരു പ്രശ്നമാണ്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. മാത്രമല്ല നമ്മൾ കുറേ പൈസ നല്ലോണം ചിലവുണ്ടല്ലോ. ഒരു 20,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ട്യൂഷൻ ഫീസ് വരിക. അപ്പോൾ ആ ഒരു പൈസ നമുക്ക് ചിലപ്പം നമുക്ക് അത്രയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അവസാനം റിഗ്രറ്റ് അടിക്കുന്ന ഒരു അവസരം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഓഫ്ലൈൻ ട്യൂഷന് പോയാൽ കാര്യം പ്രശ്നമാണ്. നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള അവസരം കിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ടൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടാവില്ല. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ് അടിക്കേണ്ടി വരും. ഒരുപാട് നല്ലോണം ഇരട്ടിപ്പണിയാണ് ശരിക്കും. പിന്നെ അതിൻ്റെ നല്ല വശങ്ങൾ ഞാൻ പറഞ്ഞു. 2-3 ആൾക്കാരുള്ള അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ്, പിന്നെ ഒരു ടീച്ചർ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലോണം നല്ലതാണ് ആ സംഭവം. നമുക്ക് പേഴ്സണലായിട്ടൊരു അറ്റൻഷൻ കിട്ടും. നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കും. നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉത്തരം ശരിയാണോ അങ്ങനെയാണോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ വളരെ നല്ലതാണ്. അല്ലാണ്ട് ഈ സ്കൂളും ട്യൂഷനും ഏകദേശം ഒരേപോലെയുള്ള സംഭവങ്ങളായിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമായിട്ട് തോന്നില്ല. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് AI, നമുക്ക് ChatGPTയോട് ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഇതുപോലുള്ള ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട്. ഇത് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ ട്യൂഷന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചേരാം. പക്ഷേ ഞാൻ ഓഫ്ലൈൻ ട്യൂഷന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഗുണമുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്കങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ചേരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേരാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട്, അത് പുറത്തുനിന്ന് ഒരാളുടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേരണം. നമ്മൾ ഏതൊക്കെ സമയത്താണ് ഡിസ്ട്രാക്റ്റായി പോവുക നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആ ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും നമ്മൾ ചിലപ്പോൾ ഡിസ്ട്രാക്റ്റായി പോവും. പിന്നെ അവിടെ നിന്നുള്ള ഹോംവർക്ക്, സ്കൂളിൽ നിന്നുള്ള ഹോംവർക്ക് വേറെ, സ്കൂളിൽ വേറൊരു പരീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ ട്യൂഷനിൽ വേറെ പരീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. അപ്പോൾ എന്താണ് ഞാൻ പഠിക്കേണ്ടത് ശരിക്കും? അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താണ് ഞാൻ പഠിക്കേണ്ടത്? പിന്നെ എനിക്ക് പറയാനുള്ളത് ഓൺലൈൻ ട്യൂഷൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ആണ്. നിങ്ങൾക്ക് നല്ലോണം ശ്രദ്ധിച്ച് 2-3 മണിക്കൂർ ഇരുന്ന് ഒറ്റയ്ക്ക്, അതായത് അങ്ങനെ ആരുമില്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു അതായത് ഫോക്കസ്ഡായിട്ട് നിങ്ങൾക്ക് 2-3 മണിക്കൂർ ഇരിക്കാൻ പറ്റുമെങ്കിൽ വളരെ 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 നല്ലതാണ് ഈ ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത്. ഓൺലൈൻ ട്യൂഷൻ ആവുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോസ് ചെയ്യാം. നമ്മളൊരു ടോപ്പിക് കഴിഞ്ഞു, നമ്മളത് പോസ് ചെയ്യുന്നു. നമ്മൾ ആ സമയത്ത് എന്താണ് പഠിച്ചത് നമ്മളത് തന്നെ മനനം ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്കൊരു പേപ്പറിൽ പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാവുന്ന പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ട്യൂഷൻ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ഒരു ടോപ്പിക്ക് പറഞ്ഞു, ടീച്ചറെ ഒന്ന് നിൽക്കൂ ഞാനൊന്ന് മനനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആവില്ല. നമ്മളെല്ലാ ടോപ്പിക്കും ആ സമയത്ത് ടീച്ചർ പറയുന്നത് കേട്ടു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്കതൊന്ന് റിവൈസ് ചെയ്യാനൊന്നും അത്രയും ക്ഷീണമൊന്നും ഇല്ലാത്ത കുട്ടിക്ക് അതൊന്നും ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾ പഠിക്കണം അങ്ങനെ ഒരു ചിന്തയുള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ വീട്ടിലെത്തിയിട്ടും അത് റിവൈസ് ചെയ്യാനുള്ളൊരു മൈൻഡ് വരുള്ളൂ. നമ്മളെ മനസ്സ് നമുക്കറിയാലോ ബ്രോ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓഫ്ലൈൻ ട്യൂഷൻ ആണെങ്കിൽ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ റിവൈസ് ചെയ്യുമോ എന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ അസ്ത്ര ബാച്ചിൽ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ അവർ റിപ്ലൈ തരും. ആരെങ്കിലുമൊക്കെ ആയിട്ട് റിപ്ലൈ തരും. പക്ഷേ മോശം വശങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബാക്ക്ലോഗ്സ് വന്നാൽ നിങ്ങൾക്ക് തന്നെ ഒരു പഠിക്കാനുള്ള മൂഡ് പോകും. പക്ഷേ എനിക്കും കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സങ്കടമോ വിഷമമോ ഒന്നും തോന്നിയില്ല. കാരണം എനിക്ക് വേണ്ട സബ്ജക്ട്സ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. ഓരോ ചാപ്റ്റർ പഠിച്ച് വന്ന് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതും നിങ്ങൾക്ക് കവർ ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ എല്ലാ ബാക്ക്ലോഗ്സും ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുക എന്നുള്ളതാവണം നിങ്ങളുടെ ലക്ഷ്യം. ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുക, ചാപ്റ്റർ നല്ലോണം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിം എന്നുള്ളത്. നമുക്കിതൊരു ഓപ്ഷണലാണ്. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്. നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, നമുക്ക് ചോയ്സ് ഉണ്ട്. അങ്ങനെയാണ് സംഭവം. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ക്ലാസ്സസിൽ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് സൈലം എജുപോർട്ടൽ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ
ബാച്ചിൽ ചേർന്ന് നിങ്ങൾക്ക് അതിനേക്കാളും നല്ലോണം മനസ്സിലാവും. കാരണം അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞുതരും, യൂട്യൂബിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ സൈലത്തിലാണെങ്കിൽ DPPs ഉണ്ട്, ഒരു ലൈവ് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്വിസ് പോലെയുണ്ട്. അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം. അത് അസ്ത്ര ബാച്ചിൻ്റെ ഒരു റിവ്യൂവും പിന്നെ എൻ്റെ ഒരു അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. പിന്നെ പല കുട്ടികളുടെയും ഒരു മെൻറ്റാലിറ്റിയാണ്, അതായത് എല്ലാം പബ്ലിക് എക്സാമിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത്. നമുക്ക് പബ്ലിക്ക് പിടിക്കാമെന്ന് പറയും. ആ സമയത്ത് ഇതേ ഒരു സിറ്റുവേഷനിലാണ് ഈ ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അതിൻ്റെ ആ ഒരു സംഭവം വരാം. എല്ലാം പബ്ലിക് എക്സാമിലേക്ക് മാറ്റി വെക്കാൻ ആ സമയത്ത് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും ഫിസിക്സിൽ 7 ചാപ്റ്റർ, പിന്നെ കെമിസ്ട്രിയിൽ 7 ചാപ്റ്റർ, പിന്നെ ബയോളജിയിൽ 6 ചാപ്റ്റർ, സോഷ്യലിൽ 10-17 ചാപ്റ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ആവുമോ? ഒരാഴ്ച 2 ആഴ്ച ആ സമയത്ത് സമയം ഉണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ എല്ലാം പുതിയതുപോലെ 1, 2 എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത് ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും നല്ലോണം യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനോടൊരു പരിചയമെങ്കിലും വരും, ആ ചാപ്റ്റേഴ്സിനോടൊരു പരിചയമെങ്കിലും നിങ്ങൾക്ക് വരും. അത് ഉറപ്പാണ്, ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാണ്. നിങ്ങൾക്ക് ഭയങ്കര മറവിയൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്താൽ തന്നെ ആ പാഠങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും. പ്രത്യേകിച്ച് ഈ സോഷ്യലിലൊക്കെ ഈ ഓണം എക്സാമിന് ഈ ഫ്രഞ്ച് വിപ്ലവം അതൊക്കെ ഉണ്ട്, ക്രിസ്മസ് എക്സാമിനും ആ ഒരു ഫ്രഞ്ച് വിപ്ലവമൊക്കെ ഉണ്ട്. അപ്പം തന്നെ നമുക്ക് ആ പാഠം കാണാപ്പാഠമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാഠമാണ് ആദ്യത്തെ 2-3 പാഠം. കാരണം എന്താ, ഓണം എക്സാമിന് അത് പഠിച്ചു, ഇഷ്ടമുള്ള ചാപ്റ്റർ. ക്രിസ്മസ് എക്സാമിന് അത് പഠിച്ചു, നല്ല ചാപ്റ്റർ, അപ്പോഴും അത് സെറ്റായി. പിന്നെ പബ്ലിക് എക്സാമിന് നമുക്കത് പേടിയേണ്ടതല്ല, എന്തു വന്നാലും അത് എഴുതും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ചാപ്റ്റേഴ്സൊക്കെ വളരെ ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി ആണ്. സോഷ്യലൊക്കെ ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ, ഏത് സബ്ജക്റ്റും ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും നിങ്ങൾ പബ്ലിക് എക്സാമിലേക്ക് മാറ്റി വെക്കരുതേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ അടുത്തുള്ള ടോപ്പിക്കാണ് ഈ NCC, SPSC, ലിറ്റിൽ ഗേറ്റ്സ്, കലോത്സവം, ഇതിനൊക്കെ പോയവർക്കുള്ള ഒരു പ്രശ്നങ്ങൾ. ഞാൻ NCCയിലൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ NCCയിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആകുമ്പോൾ കുറേ എക്സാംസൊക്കെ ഇല്ലേ, രാജ്യ പുരസ്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ നമ്മൾ പഠിക്കാനുണ്ട്, അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. പിന്നെ ലിറ്റിൽ ഗേറ്റ്സ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്, അതും ഈ ജനുവരി സമയത്താണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയം നമുക്ക് പഠിക്കാനുള്ളത് പോകും. ആനിമേഷൻ ആണെങ്കിൽ ആനിമേഷൻ, പിന്നെ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഉണ്ട്, അങ്ങനെ പ്രോഗ്രാമിങ്, റോബോട്ടിക്സ് അതൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് വെക്കണം, എന്നാലേ അതിന് ഗ്രേഡ് കിട്ടുള്ളൂ. ഒരു A ഗ്രേഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കലോത്സവമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നവംബർ മുതൽ ജനുവരി 20 വരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് ബാക്ക്ലോഗ് വന്നതും മറ്റത് വന്നതും. എല്ലാം മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ കലോത്സവത്തിൽ. പക്ഷേ ഭയങ്കര പ്രാക്ടീസ് വേണമായിരുന്നു. അതായത് 2 ജനറലും ബാക്കി എല്ലാം സംസ്കൃതം ഐറ്റംസ് ആയിരുന്നു. അതായത് 4 സംസ്കൃതം ഐറ്റംസും പിന്നെ 2 ജനറൽ വിഭാഗവും. ആ 2 ജനറൽ വിഭാഗവും ഭയങ്കരമായിട്ട് പ്രാക്ടീസ് വേണ്ട സംഭവങ്ങളായിരുന്നു. കുറച്ച് അധികം കഷ്ടപ്പെട്ടു. മാത്രമല്ല സ്കൂളിലൊന്നും അങ്ങനെ പോയില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. നമ്മളതൊക്കെ ഒരു ഇഷ്ടത്തോടെ ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യുക, ആ സമയങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. പിന്നെ ആ ഒരു കലോത്സവം വൈബൊന്നും നമുക്ക് പിന്നെ കിട്ടണമെന്നില്ല. അടുത്ത വർഷം കിട്ടുമോയെന്ന് ആർക്കറിയാം. അതൊക്കെ നമ്മളൊരു ലക്കാണ്, അത് ഭാഗ്യമാണ് നമ്മളെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ഒരു സമയമൊക്കെ എൻജോയ് ചെയ്യുക. 10ാം ക്ലാസ്സിലൊക്കെ, അതായത് കലോത്സവത്തിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാട് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഗൈസ്. നിങ്ങൾക്ക് പറ്റും. കലോത്സവം, ലിറ്റിൽ ഗേറ്റ്സ്, പഠിത്തം എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് മെനക്കെട്ടാൽ മതി, എന്തായാലും നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ടും കുറേ ആൾ ഇതിനെ പുച്ഛിക്കുന്നൊരു കാണുമ്പോഴാണ് നമുക്കൊരു സങ്കടം വരിക. എൻ്റെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കമൻറ്റ്. അതാണ്, അതിന് ഞാനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല.
എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും എനിക്ക് കയ്യ കേസ്. ബാക്കി 47 റിപ്ലൈ അതിന് കൊടുത്തിട്ടുണ്ട്. അത് മതി നമുക്ക്. കാരണം അതിൻ്റെ കഷ്ടപ്പാട് അറിയണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കൂടണം. അതായത് ഈ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ പോവാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എ ഗ്രേഡ് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു കാര്യമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്കൂളിനും വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്. അതാണ് കാര്യം. നമ്മുടെ സ്കൂളിനെ നമ്മുടെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് നമുക്ക്. അപ്പോൾ അതിനെ പുച്ഛിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് കഷ്ടപ്പെട്ടാലേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് കൂടി നോക്കുക, അല്ലെങ്കിൽ ഏതിലെങ്കിലും ഒന്ന് കൂടി നോക്കുക. NCC ആണെങ്കിലും SPC ആണെങ്കിലും അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കേ അതൊക്കെ കിട്ടുള്ളൂ. 2-3 കൊല്ലം കുറേ മെനക്കെട്ടാൽ മാത്രമേ അതിനൊക്കെ ഉള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് പഠിത്തം full A+ ഒന്നും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നല്ല സ്വഭാവം ഉണ്ടാക്കുക. അല്ലാണ്ട് ഒരു കമൻ്റ് ഇടുമ്പോൾ നമ്മളെ ബുദ്ധിയില്ലാത്തവർ, മണ്ടന്മാർ എന്നുള്ളൊരു വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാം. അതാണ് വേണ്ടത്. നമ്മുടെ മനസ്സാണ് ആദ്യം നന്നാവേണ്ടത്, അല്ലാണ്ട് നമ്മുടെ മാർക്സ് അല്ല. മാർക്സ് എത്ര കിട്ടിയിട്ടും ഇങ്ങനെയാണ് പെരുമാറ്റം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തോറ്റു ഗൈസ്. സോ നിങ്ങൾ SSLC full A+ എന്നുള്ളൊരു എയിം മാത്രമല്ല, നമ്മൾ എങ്ങനെ നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതും കൂടി പഠിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. പിന്നെ കുറച്ച് വീഡിയോസ് തന്നെ ചെയ്യണമെന്നുണ്ട് SSLCക്കാർക്ക് വേണ്ടിയിട്ട്. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് വീഡിയോ. അതായത് എങ്ങനെ ട്രിക്സ്, ടിപ്സ്, പിന്നെ എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എക്സാംസ് വരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തന്നെ ടാക്കിൾ ചെയ്യുക, അങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.